ഹലോ ബാങ്കേഴ്സ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആവറേജിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ 30 എംപ്ലോയീസ് ആണുള്ളത്. 30 എംപ്ലോയീസിന്റെ ആവറേജ് 52 ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് ബേസിക് മെത്തേഡിൽ നമുക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇവിടെ 12 വെയിറ്റ് ഉള്ള ഒരാളുടെ വെയിറ്റ് മിസ്റീഡ് ചെയ്ത് 21 എഴുതിപ്പോയി. അപ്പോൾ അവിടുത്തെ ഡിഫറൻസ് എത്ര വരും? 9 kg ഡിഫറൻസ് വരും. അത് ഇത്രയാണ്, കുറയാണ് ചെയ്യുന്നത്. ആക്ച്വൽ വെയിറ്റ് 12 ആയിരുന്നു, പക്ഷേ പുള്ളിക്കാരൻ മിസ്റീഡ് ചെയ്ത് 21 എഴുതിപ്പോയി. അപ്പോൾ അവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 9 കിലോ കുറഞ്ഞു. അപ്പോൾ നമ്മൾ ബേസിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ബേസിൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ ആദ്യം കണ്ടുപിടിക്കും. 30 പേർക്ക് 52 കിലോ ആണെങ്കിൽ ടോട്ടൽ വെയിറ്റ് എത്രയായും? 30 × 52, 52 156 ഒരു 0. ഇതിൻ്റെ അന്ന് എത്ര കിലോ കുറയും? 9 കിലോ കുറയും. അപ്പോൾ 1551 ആക്ച്വൽ വെയിറ്റ്. ആക്ച്വൽ വെയിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ ഗീവ്സ് യു ആവറേജ്. എത്ര കിട്ടും? 51.7 കിട്ടും നമുക്ക്. ഇതാണ് ആക്ച്വൽ ആവറേജ്. പക്ഷേ നമുക്ക് ഇത് ചെയ്യാനായിട്ടുള്ള സമയമില്ല. അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആവറേജ്, അതായത് 30 പേരുടെ ആവറേജ് 52. ഓക്കെ, ആവറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുന്നത് എങ്ങനെയാണ്? ആവറേജിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ആർ ഈക്വൽ എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതായത് 30 പേർക്കും ഈ 52 കിലോ ആയി ഇരിക്കുകയാണെന്ന് നമ്മൾ എന്ത് ചെയ്യുക? 52 അങ്ങനെ 30 പേരുണ്ടെന്ന് കൺസിഡർ ചെയ്യുക. എല്ലാവരുടെ വെയിറ്റ് 52 ആണെന്ന് കൺസിഡർ ചെയ്യുക. ഈ 30 പേരുടെയും വെയിറ്റ് 52 ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് ഒരു എന്ത് സംഭവിച്ചു? മിസ്റീഡിങ് സംഭവിച്ചു. 9 ആവറേജ് 9 വെയിറ്റ് കുറയുക. അപ്പൊ ഈ 9 വെയിറ്റ് എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് എല്ലാവരുടെയും നിന്നും കുറയുന്ന രീതിയിൽ എടുക്കുക. ഓക്കെ, അപ്പൊ 52 എത്ര കുറയും? ഈക്വൽ ആയിട്ടാണ് എല്ലാവരുടെയും ഈ 9 വെയിറ്റ് കുറയുന്നത്. അപ്പൊ 9 വെയിറ്റ് കുറയണം. ടോട്ടൽ എത്ര പേരുണ്ട്? 30 പേരുണ്ട്. അപ്പൊ ഒരാളുടെ എത്ര വെയിറ്റ് കുറയും? 9/30 അല്ലേ കുറയുന്നത്. അപ്പോ ഒരാളുടെ വെയിറ്റ് എത്രയാവും? 52 നിന്ന് 9/30 കുറയും. 9/30 എന്ന് പറയുമ്പോൾ 3/10 അല്ലേ? 3/10 കൊടുക്കുമ്പോൾ 0.3. അപ്പൊ 52 നിന്ന് 0.3 കുറയണം. 51.7. ഇതാണ് നിങ്ങൾക്കുള്ള ഷോർട്ട് കട്ട്. നമ്മളിപ്പോൾ ആവറേജിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ ഷോർട്ട് കട്ട് നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ അതേപോലെ സെയിം പാറ്റേണിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കാണാവുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, ഇവിടെ 20 പേരുണ്ട്. 20 പേരുടെ ആവറേജ് എത്രയാണെന്ന് പറയുന്നത് 89.4 എന്നാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. 20 പേരുടെ ആവറേജ് 89.4 ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ പിന്നെ സംഭവിച്ചത് എന്താണ്? ആക്ച്വലി 87 വെയിറ്റ് ഉള്ള ഒരാളുടെ വെയിറ്റ് എഴുതിയത് എങ്ങനെയായിപ്പോയി? 78 ആയിപ്പോയി. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എത്ര വരും? +9 ഡിഫറൻസ് വരണം ആക്ച്വലി. അപ്പൊ നമ്മൾ ബേസ് മെത്തേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ആദ്യം നമ്മൾ ടോട്ടൽ വെയിറ്റ് എടുക്കും. ടോട്ടൽ വെയിറ്റ് എടുക്കുമ്പോഴത്തേക്ക് 89.4 × 20 1788 നമുക്ക് കിട്ടും. ഓക്കെ, 1788. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? 9 ആഡ് ചെയ്യും. അപ്പോൾ 1797 ആവുകയും അതിന്റെ ആവറേജ് എടുക്കുകയും ചെയ്യും. 520 ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9.485 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബേസിൽ ചെയ്തെടുക്കുന്നത്. പക്ഷെ നമുക്ക് ഇതിനുള്ള സമയമില്ല. നമ്മളപ്പോൾ അതുകൊണ്ട് ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് നോക്കുക, 89.4 ആയിരുന്നു ആദ്യത്തെ ആവറേജ്. അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്? എല്ലാവരും 89.4 കിലോഗ്രാം എന്നുള്ള രീതിയിൽ ഇരിക്കുന്നു പറഞ്ഞാൽ എടുക്കണം. നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യണം. അപ്പോൾ ഇവിടെ ആക്ച്വലി ടോട്ടൽ എത്ര കൂടി? ടോട്ടൽ 9 ആണ് ഇനി കൂടാനുള്ളത്. അപ്പൊ ഈ 9 എന്ന സംഖ്യ എത്ര പേർക്ക്? 20 പേർക്ക് ഈക്വൽ ആയി ഷെയർ ചെയ്ത് പോകും. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. 9 എന്നുള്ള എമൗണ്ട് 20 പേർക്ക് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്രയായിരിക്കും? 0.45 ആണ് എല്ലാവർക്കും കൂടാനുള്ളത്. 0.45 വെച്ച് എല്ലാവർക്കും ആവറേജ് കൂടണം. അപ്പോൾ ഇവിടെ 0.45 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 89.45. ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.
ഇവിടെ പറയുന്നത് എന്താണ്, ഒരു ക്ലാസ്സിൽ 20 സ്റ്റുഡൻസ് ഉണ്ട്. 20 സ്റ്റുഡൻസ് ഉള്ളത്, 20 സ്റ്റുഡൻസിന്റെ ആവറേജ് എത്രയാണെന്ന് പറയുന്നത് 40 അവരുടെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത്. 40 kg ആണ് ഈ 20 സ്റ്റുഡൻസിന്റെ ആവറേജ് വെയിറ്റ് എന്നുള്ളത്. അപ്പോൾ അവിടേക്ക് ആര് വന്നു, പുതിയതായിട്ട് ഒരു കുട്ടിയും കൂടെ ആഡായി. പുതിയതായിട്ടൊരു കുട്ടിയുടെ വന്നപ്പോൾ അവിടുത്തെ ആവറേജ് എന്തായെന്ന് പറയുന്നുണ്ട് 41 ആയെന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ 21 പേരുടെ വെയിറ്റ് എത്രയായെന്ന് പറയുന്നുണ്ട് 41 ആയെന്ന് പറയുന്നുണ്ട്. എന്നാൽ പുതിയതായി വന്ന കുട്ടിയുടെ എന്താ പറയുന്നത് വെയിറ്റ് എത്രയെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പൊ 20 സ്റ്റുഡൻസിന്റെ ആവറേജ് 40 ആയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. അടുത്തതായി 40 വെയിറ്റ് ഉള്ള ഒരാൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആവറേജിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഒരിക്കലും വ്യത്യാസം വരത്തില്ല. അപ്പോൾ വന്ന ആളുടെ വെയിറ്റ് എന്തായിരിക്കണം, ആവറേജ് കൂടണമെന്നുണ്ടെങ്കിൽ വന്ന ആളുടെ വെയിറ്റ് 40നേക്കാൾ എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. 40നേക്കാൾ എത്ര കൂടുതലായിരിക്കണം? ഇപ്പൊ പുതിയൊരു ജോയിൻ വരുമ്പോൾ അവിടെ എത്രയാവും, ടോട്ടൽ 21 പേഴ്സൺസ് ആവും. 21 പേരാവും അവിടെ. ആ 21 പേർക്ക് ഇപ്പൊ എല്ലാവരും 40 എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ പേർക്കും എന്ത് സംഭവിക്കണം, ഒന്ന് വെച്ച് കൂടണ്ടേ? എല്ലാവർക്കും ഒന്ന് വെച്ച് കൂടണം. എല്ലാവരും ഈക്വൽ ആവുന്ന കോൺസെപ്റ്റാണ് ആവറേജിന്റെ. ആ കോൺസെപ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒന്ന് വെച്ച് കൂടുകയാണെങ്കിൽ ടോട്ടൽ എത്ര പേരുണ്ട്, 21 പേരുണ്ട്. ആ 21 പേർക്കും ഒന്ന് വെച്ച് ഒരു വെയിറ്റ് വെച്ച് കൂടണം. അപ്പൊ ടോട്ടൽ എത്ര വെയിറ്റ് വരും, 21 വെയിറ്റ് വരും. അപ്പൊ 40 + 21 gives you 61 is the answer. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, ഒരു ഓഫീസിലെ എംപ്ലോയീസ് ഉണ്ട്, 20 എംപ്ലോയീസ് ഉണ്ട്. 20 എംപ്ലോയീസിന്റെ ആവറേജ് സാലറി എത്രയാണെന്ന് പറയുന്നത് 1900. ഓക്കെ, ഇതാണ് ആവറേജ് സാലറി. ഇനി എന്താ പറയുന്നത്, അവരുടെ മാനേജർ കൂടെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തപ്പോൾ അവരുടെ ആവറേജ് സാലറി എന്ന് പറയുന്നത് എത്രയായി മാറി, 2000 ആയി മാറി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മാനേജറിന്റെ സാലറി എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, 20 പേരുടെ ആവറേജ് എന്തായെന്ന് പറയുന്നത് 1900 ആണ്. അപ്പോൾ ഇപ്പോ അഥവാ സപ്പോസ് മാനേജറിന്റെ സാലറി 1900 രൂപയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എന്ത് സംഭവിക്കും, അവിടുത്തെ ആവറേജ് കൂടുമോ? ഇല്ല, അവിടുത്തെ ആവറേജ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ വന്ന മാനേജറിന്റെ സാലറി എന്ന് പറയുമ്പോൾ ഈ എമൗണ്ടിനേക്കാൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. എത്ര കൂടുതലായിരിക്കും? 21 പേരാണ് ഇപ്പൊ ഗ്രൂപ്പിലുള്ളത്. അവർക്ക് എല്ലാവർക്കും എന്ത് വെച്ച് കൂടി, 100 രൂപ വെച്ച് കൂടി. അതായത് 1900 ആയിരുന്നു, ഇപ്പൊ എത്രയായെന്ന് പറയുന്നുണ്ട് 2000 ആയെന്ന് പറയുന്നില്ലേ. അപ്പൊ 100 വെച്ചല്ലേ കൂടുന്ന. ഇപ്പൊ 21 പേർക്ക് 100 വെച്ച് കൂടുമ്പോ എത്ര എമൗണ്ട് ആവും, 2100 രൂപ. ഓക്കെ, അപ്പൊ ഇതേ പ്ലസ് 2100 ചെയ്യണം. അപ്പൊ ഇതായിരിക്കും ഈ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും ആരുടെ, മാനേജറിന്റെ സാലറി. ഇത് മാനേജറിന്റെ മന്ത്ലി സാലറിയാണ്. മാനേജറിന്റെ ഇയർലി സാലറി ഇപ്പൊ എത്രയാവും, 4000 × 12. ഓക്കെ, അപ്പോൾ 48,000 എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടും. ഓക്കെ, ഇത് ക്ലിയർ ആണ്. ഇവിടെ 25 മെന്നുണ്ട്. 25 മെന്നിന്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുന്നുണ്ട്. ആവറേജ് ഏജ് എന്ന് പറയുമ്പോൾ 60 ഇയേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിലോട്ട് എത്ര മെൻ ആഡ് ചെയ്ത്, പുതിയതായിട്ട് 5 മെൻ വന്നു. അവരുടെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 30 ഇയേഴ്സ് ഉള്ള 5 മെൻ കൂടെ ആഡ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ഗ്രൂപ്പ്, അതായത് 30 പേരടങ്ങുന്ന ഗ്രൂപ്പിന്റെ ആവറേജ് ഏജ് എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, ആവറേജ് എത്രയെന്നാണ് ചോദ്യം. അപ്പൊ നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് നോക്കുക. 60 ഇയർ ആയിരുന്നു എന്താണ് ഇവിടത്തെ ആവറേജ് ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 30 ആവറേജ് ഉള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പൊ 60നേക്കാൾ കുറഞ്ഞ ആൾക്കാർ ആഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആവറേജ് കുറയുമോ കൂടുമോ? ഉറപ്പായിട്ട് ആവറേജ് കുറയത്തേ ഉള്ളൂ. ആവറേജ് എത്ര കുറയും അതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടത്തെ ടോട്ടൽ എത്രയാണ്, ഏജ് എത്രയാണ്, ടോട്ടൽ ഏജ് എന്ന് പറയുമ്പോഴത്തേക്ക് 150 ആണ്. ഇപ്പൊ ടോട്ടൽ എത്ര പേരുണ്ട്, 30 പേരുണ്ട്. ഈ 150 വെയിറ്റ് എത്ര പേരിൽ നിന്ന് ഈക്വൽ ആയിട്ട് പോകും, 30 പേരിൽ നിന്ന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ആയി പോകും. അപ്പൊ ഒരാളിൽ നിന്ന് എത്ര കുറയും, നമ്മൾ കട്ട് ചെയ്ത് കണ്ടുപിടിച്ചാലേ മതി. 5 കുറയാനുള്ളത്. അപ്പൊ 60 നിന്ന് 5 കുറയുമ്പോൾ പുതിയ ആവറേജ് എത്ര, 55 ഇയേഴ്സ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് അലിഗേഷനിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആവറേജ് ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടുത്താം. പക്ഷെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ബേസ് മെത്തേഡിൽ ചെയ്തു തുടങ്ങാം. അതിനുശേഷം അലിഗേഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 120 കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഈ 120 കാൻഡിഡേറ്റ്സിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്,
35 മാർക്കാണ് അവരുടെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. ഇനി എന്താ പറയുന്നത്, ഈ എക്സാം പാസ്സായവരുടെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 39, എക്സാം ഫെയിൽ ആയവരുടെ കാൻഡിഡേറ്റ്സിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്, 15 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര സ്റ്റുഡൻസ് പാസ്സായെന്നാണ് ചോദ്യം. ഈ 39 മാർക്ക് വാങ്ങി പാസ്സായ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, സോറി കട്ട് ചെയ്യുന്നുണ്ട. എന്നിട്ട് എവിടെ സ്റ്റാർട്ട്. അപ്പോൾ ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, എത്ര പേര് പാസ്സായവരെ നമ്പറാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം ബേസ് മെത്തേഡ് ട്രൈ ചെയ്യാം. ആദ്യം ഇപ്പൊ എന്താ, പാസ്സായവരുടെ എണ്ണം, പാസ്സായ സ്റ്റുഡൻസിന്റെ എണ്ണം നമുക്ക് എന്തെടുക്കാം, എക്സ് എടുക്കാം. അപ്പോൾ ഇനി ഫെയിൽ ആയവർ എത്രയായിരിക്കും, 120 മൈനസ് എക്സ് ആയിരിക്കും അല്ലേ. അപ്പോ 120 പേരുടെ ആവറേജ് എന്ന് പറയുമ്പോൾ 35 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര മാർക്ക് സ്കോർ ചെയ്താണ്, 120 ഇൻറ്റു 35 ആയിരിക്കത്തില്ലേ ടോട്ടൽ മാർക്ക്. 120 ഇൻറ്റു 35 നമുക്ക് എത്ര കിട്ടും, 3500 പ്ലസ് എത്ര വരും, 700, 4200 എന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്, ടോട്ടൽ മാർക്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 4200 മാർക്സ് ആണ്. ഓക്കെ, അതെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, എക്സ് എന്ന് പറഞ്ഞാൽ പാസ്സായ എത്ര സ്റ്റുഡൻസ് ഉണ്ട് അതേ ഇൻറ്റു 39 പ്ലസ് 120 മൈനസ് എക്സ് ഇൻറ്റു എത്ര, 15. അതായിരിക്കത്തില്ലേ ടോട്ടല്. അപ്പോൾ ഇതെന്താ, ഇതിനെ നമുക്ക് 39x എന്ന് എഴുതാം. 39x പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക, 39x പ്ലസ് 15 ഇൻറ്റു 120 എത്ര വരും, 1800 മൈനസ് 15x ഈസ് ഈക്വൽ ടു 4200. ഇതിന്റെ അകത്തുനിന്ന് ഇത് എത്ര വരും, 24x വരും. ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കും, 1800 കുറയും, 2000 കുറഞ്ഞാൽ 2200, 2400. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, 100 എന്ന് കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, പാസ്സായ സ്റ്റുഡൻസിന്റെ നമ്പറാണ്. പാസ്സായ സ്റ്റുഡൻസിന്റെ നമ്പർ 100 കിട്ടി, നമുക്ക് ഉത്തരത്തിലെത്തി. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, ഇത്രയും സമയം എടുക്കാൻ പാടില്ല. ഇതിനൊരു ഈസി ട്രിക്ക് അലിഗേഷനിലുണ്ട്, അത് നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ഇവിടെ ആവറേജ് അലിഗേറ്റ് ചെയ്യുകയാണ്. ആവറേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ആവറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇവിടെ ഇപ്പൊ എന്താണ്, ടോട്ടൽ വെയിറ്റ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്, അല്ല നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്. ഓക്കെ, അപ്പൊ ആവറേജ് നമ്മൾ അലിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്കും താഴെ റേഷ്യോ ആയിട്ട് കിട്ടുന്ന ആരായിരിക്കും, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, പാസ്സായവരുടെ ആവറേജ് എത്രയാണ്, 39 ആണ്. ഫെയിൽഡ് ആയവരുടെ ആവറേജ് എത്രയാണ്, 15 ആണ്. ഓവറോൾ ആവറേജ് എത്രയാണ്, 35 ആണ്. ഇത് അലിഗേറ്റ് ചെയ്യുമ്പോൾ താഴെ കിട്ടുന്ന ആരായിരിക്കും, ഇത് പാസ്, ഇത് ഫെയിൽ. ഓക്കെ, അപ്പൊ താഴെ കിട്ടുന്നവര് പാസ്സായവരുടെ നമ്പർ, ഫെയിൽ ആയവരുടെ നമ്പർ, ഇതിന്റെ എന്താണ് റേഷ്യോ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 20 വരും, 39 വർഷം 4 വരും, കട്ട് ചെയ്യുക, 5:1 റേഷ്യോ. അപ്പോൾ 6 എന്ന് പറയുന്നത് എത്രയാണ് ടോട്ടൽ, 6 എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് 120. അങ്ങനെയാണെങ്കിൽ 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 120/6 അല്ലേ, 20. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കാനുള്ള, ഈ 5-നെയല്ലേ കണ്ടുപിടിക്കാനുള്ള. അപ്പോൾ 5 × 20 100. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് അലിഗേഷനിൽ തന്നെ വേറൊരു ക്വസ്റ്റൻ ചെയ്യാം. ഇത് ഞാൻ ഷോർട്ട് കട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ, അലിഗേഷനിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെ എന്താ പറയുന്നത്, ഒരു ഓഫീസ് ഉണ്ട്. ആ ഓഫീസിൽ എന്താ പറയുന്നത്, സ്റ്റാഫ്സ്, 2 ടൈപ്പ് ഓഫ് സ്റ്റാഫ്സ് ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ ഓഫീസേഴ്സ് ആണ്, ഒന്ന് നോൺ ഓഫീസേഴ്സ് ആണ്. അപ്പോൾ അവിടെ ഓഫീസേഴ്സിന് കിട്ടുന്ന സാലറി എത്രയാണ്, സാലറി പെർ മന്ത് എന്ന് പറയുമ്പോൾ 460 രൂപയാണ്. ഓക്കെ, നോൺ ഓഫീസേഴ്സിന് കിട്ടുന്ന എത്ര രൂപയാണ്, 110 രൂപയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരുടെ ആവറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് 120 പേരാണ്, 120 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ അലിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് താഴെ ആരായിരിക്കും കിട്ടുന്നത്, ഞാൻ പറഞ്ഞു ആവറേജ് അലിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് താഴെ ഇവിടെ വരാനുള്ള ആരാണ്, ആവറേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ടോട്ടൽ സാലറി ബൈ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആരെ കിട്ടും, ഇവിടെ എംപ്ലോയീസിന്റെ റേഷ്യോ ആയിരിക്കും ഇവിടെ രണ്ടിടത്തും വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും, 120 110 കുറച്ചാൽ 10 വരും.
460 120 കുറച്ചാൽ 340 വരും. ഇതാരാണ്? ഓഫീസേഴ്സ്, നോൺ ഓഫീസേഴ്സ്. ഇനി എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ഗിവൺ ആയിട്ടുള്ളത്? ദ നമ്പർ ഓഫ് ഓഫീസേഴ്സ് ഈസ് 15. ഇത് നമുക്ക് വെട്ടാൻ പറ്റില്ലേ? 1:34 ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താണ്? നമ്പർ ഓഫ് ഓഫീസേഴ്സ്, ഈ 1 എന്ന് പറയുന്ന ആരാണെന്ന് തന്നിട്ടുണ്ട്? 15 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കാനുള്ളത്? 34. ദ നോൺ ഓഫീസേഴ്സ് എത്ര വരുന്നതാണ് കണ്ടുപിടിക്കാനുള്ളത്. 34 ഇൻറ്റു എന്താ 15, 340, 170, 510. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലുള്ള സെഷൻസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക.